നിങ്ങളുടെ കുഞ്ഞ് രാത്രികാലങ്ങളിൽ വിട്ടുമാറാതെ ചുമയ്ക്കാറുണ്ടോ? എത്ര മരുന്ന് കഴിച്ചിട്ടും കുറുകലിനും ചുമയ്ക്കും ഒരു മാറ്റവുമില്ലേ? ഇത് ചിലപ്പോൾ ആസ്മയുടെ ലക്ഷണമാകാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കുഞ്ഞുങ്ങളിലെ ആസ്മ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ആദ്യമായിട്ട് എന്താണ് ആസ്മ? ശ്വാസകോശത്തിലേക്കുള്ള കുഴലുകൾക്ക് ഇടവിട്ടിട്ടുണ്ടാകുന്ന ചുരുങ്ങലും നീർക്കെട്ടുമാണ് ആസ്മ. ആസ്മയുള്ള കുഞ്ഞുങ്ങളിൽ ശ്വാസവാഹിനി കുഴലുകൾ വളരെയധികം ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. എന്തെങ്കിലും ഒരു ട്രിഗർ അല്ലെങ്കിൽ പ്രകോപനം വരുമ്പോൾ ഈ ശ്വാസവാഹിനി കുഴലുകൾ അമിതമായിട്ട് അതിനോട് പ്രതികരിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നീർക്കെട്ടും ചുരുക്കവും ഉണ്ടാവുന്നു. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ട്രിഗേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെ പൊടി, പിന്നെ തണുത്ത കാലാവസ്ഥ, ചില കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ, അമിതമായിട്ട് ചിരിക്കുമ്പോൾ, കരയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. പിന്നെ നമ്മുടെ സാധാരണയായിട്ട് കാണുന്ന ജലദോഷം പോലെയുള്ള വൈറൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും ഒരു ട്രിഗറായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി കുഞ്ഞുങ്ങളിലെ ആസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ചുമ, പ്രത്യേകിച്ച് പുലർച്ചെയും രാത്രി കാലങ്ങളിലുമുള്ള ചുമ. പിന്നീട് ശ്വാസം മുട്ട് അല്ലെങ്കിൽ ശ്വാസതടസ്സം. മൂന്നാമതായിട്ട് കാണുന്നത് കുറുകൽ അല്ലെങ്കിൽ വലിവ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴുള്ള വിസിലടിക്കുന്ന പോലെയുള്ള സൗണ്ടിനെയാണ് നമ്മൾ വലിവെന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് കാണുന്നത് നെഞ്ചിലെ ഭാരം വെച്ച പോലെയുള്ള അവസ്ഥ. വലിയ കുട്ടികളാണ് യൂഷ്വലി ഇത് പറയാറ്. പിന്നെ ആസ്മയുടെ ലക്ഷണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അത് എപ്പിസോഡിക് ആയിരിക്കും. അതായത് എല്ലാ സമയത്തും ഉണ്ടാവണമെന്നില്ല. ചില സമയത്ത് കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായിരിക്കും, എന്നാൽ ചില സമയത്ത് പ്രത്യേകിച്ച് ഈ ട്രിഗറുകളോടൊക്കെ കുഞ്ഞ് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ ആസ്മ ലക്ഷണങ്ങളുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് തീവ്രത മാറിക്കൊണ്ടിരിക്കും. ചില സമയത്ത് ഒരു ചെറിയ ചുമയായിട്ട് വന്നു പോകും, എന്നാൽ ചില സമയത്തോ ചെറിയൊരു ചുമയിൽ തുടങ്ങി നല്ല രീതിയിലുള്ള ശ്വാസമുട്ടിലേക്കും ഓക്സിജൻ്റെ അളവ് കുറയുന്ന രീതിയിലുള്ള ഒരു അക്യൂട്ട് അറ്റാക്കിലേക്കും പോവാം. ഇനി നമുക്ക് ആസ്മ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഈ മേൽപ്പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് നമ്മുടെ അടുത്ത് വരുമ്പോൾ സ്പൈറോമെട്രി എന്ന ടെസ്റ്റിലൂടെയാണ് നമ്മുടെ രോഗനിർണയം നടത്തുക. എന്നാൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം നമുക്ക് 5 അല്ലെങ്കിൽ 6 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് സ്പൈറോമെട്രി എന്നുള്ള ടെസ്റ്റ് ചെയ്യുകയും കൃത്യമായിട്ട് രോഗനിർണയം നടത്താനും സാധിക്കുകയുള്ളൂ. എന്നാൽ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും ആസ്മയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ കാണാം. ഇതിലൊരു 25 മുതൽ 30% കുഞ്ഞുങ്ങൾക്കും പിന്നീട് ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നോക്കാം. ഈ കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും പനിയും ജലദോഷവും ഒക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ചുമയിലേക്കും ശ്വാസം മുട്ടിലേക്കും പ്രോഗ്രസ് ചെയ്യുന്നു. ഈ ശ്വാസം മുട്ട് ദിവസങ്ങളോളം, സാധാരണഗതിയിൽ 10 ദിവസത്തിലധികമൊക്കെ നീണ്ടു നിൽക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് എപ്പം പനിയും ജലദോഷം വന്നാലും പെട്ടെന്ന് തന്നെ കുഞ്ഞ് ശ്വാസം മുട്ടിലേക്ക് പോകുന്നു. പിന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ആവി മരുന്നുകളോട് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് കാണിക്കും. പിന്നെ ഇതുപോലെ പനിയും ജലദോഷവും ഇല്ലാത്ത സമയത്തും ചിലപ്പോൾ കരയുമ്പോഴോ ചിരിക്കുമ്പോഴോ പൊടി അടിക്കുമ്പോഴോ തണുപ്പടിക്കുമ്പോഴോ ഒക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. നമ്മളിതിനെ ഇൻട്രവൽ സിംറ്റംസ് എന്ന് പറയും. പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ആസ്മ അല്ലാത്ത വേറെ അലർജിക് ലക്ഷണങ്ങൾ, അതായത് അലർജിക് സ്കിൻ അലർജി, അതുപോലെ ഫുഡ് അലർജി, ബ്ലഡിൽ ഈസിനോഫിലിയ, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് കാണാം. പിന്നെ ഇവരുടെ പേരൻസിന് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ആസ്മ ഉണ്ടാവും. പിന്നെ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ ആസ്മയിലേക്ക് പ്രോഗ്രസ് ചെയ്യുമോ എന്നറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്കോറുണ്ട്. ഇതിനെ നമ്മൾ മോഡിഫൈഡ് ആസ്മ പ്രെഡിക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് പറയാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നേരത്തെ കണ്ടുപിടിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊടുക്കാനും വേണമെങ്കിൽ ചികിത്സ നൽകാനും കഴിയും. പിന്നെ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് ആസ്മ ഒരിക്കലും ഒരു മാറാ രോഗമല്ല, വളരെ ഇഫക്റ്റീവായിട്ട് ചികിത്സയുള്ള ഒരു അസുഖമാണിത്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ആസ്മയുള്ള ഏതാണ്ട് 70% കുഞ്ഞുങ്ങളും വളർന്ന് ഒരു അഡൾട്ട് ആകുമ്പോഴേക്കും അവരുടെ ഈ ലക്ഷണങ്ങളുടെ തീവ്രത കുറയും. പല കുട്ടികളും ആസ്മയുടെ ലക്ഷണങ്ങളിൽ നിന്ന് മുക്തരാകുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുകയും ആവശ്യമായിട്ടുള്ള ചികിത്സ എടുക്കുകയും ചെയ്യുക.